അപ്പോൾ പിന്നെ PSC വഴി കിട്ടിയതാണ് അല്ലേ? 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അല്ലേ? അവിടെ എല്ലാ സബ്ജക്റ്റും എടുക്കണമായിരിക്കും അല്ലേ? അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മൊറയൂർ കഴിഞ്ഞിട്ട് ഒഴുകൂർ പോകുന്ന വഴിക്ക് പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ലൈലേനെ കാണാനാണ്. ലൈലയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ലൈലേൻ്റെ വലത് കൈക്ക് ഒരു ബലക്കുറവുണ്ട്. ആൾ സ്കൂൾ ടീച്ചറാണ്, നല്ല സ്മാർട്ടാണ്, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഒരു ബലക്കുറവുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയമുള്ളൂ എന്ന് വിചാരിച്ച് ഒന്നിനും അതൊരു തടസ്സമല്ല കേട്ടോ. ബോർഡ് എഴുത്തും കാര്യങ്ങളും എല്ലാം ഈ ഇടത് കൈ കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അറിയാമല്ലോ, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ UP കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറൊക്കെ ആണ്. നമുക്കവരെ പരിചയപ്പെടാം, അവരെ വീടൊക്കെ കാണാം. ഈ കാണുന്നതാണ് ലൈലേൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഈ വരുന്നതാണ് കേട്ടോ ലൈല. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഈ വലത് കൈക്കാണ് വലത് കൈക്കാണ് ഒരു സ്വാധീനക്കുറവ് അല്ലേ? അതെ. നമുക്കിരുന്ന് സംസാരിക്കാം. ഇവിടെ ഉപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. ഉപ്പ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ലൈല, എന്നിട്ട് എന്തൊക്കെയാ വിശേഷം? അപ്പോൾ പിന്നെ PSC വഴി കിട്ടിയതാണ് അല്ലേ? 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അല്ലേ? അവിടെ എല്ലാ സബ്ജക്റ്റും എടുക്കണമായിരിക്കും അല്ലേ? അതെ. ഇപ്പം എത്ര വയസ്സായി? 44 കഴിഞ്ഞ് 45 വയസ്സാണ് ആയതല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് TTC കഴിഞ്ഞതാ? ഏതാ എഡ്യൂക്കേഷൻ എന്താ? TTC ആൻഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് TTCക്ക് പോയല്ലേ? അത് ശരി. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷം പ്രവാസി ആയിരുന്നു അല്ലേ? അതെ. നിങ്ങൾ എത്ര പേരാണ്? നിങ്ങൾ 3 പേരാണ്. 3 പെൺകുട്ടികളാണ്. 3 ആളും ടീച്ചേഴ്സാണ് അല്ലേ? അതെ. എല്ലാവരും ഗവൺമെൻറ് സെക്ടറിലാണോ? ഞാൻ മാത്രമാണ് ഗവൺമെൻറ്. അപ്പോൾ ഈ വലത് കൈക്കുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇടത് കൈ കൊണ്ട് നമ്മളെല്ലാം സുഖമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ എഴുതാനൊക്കെ ആദ്യമേ പിന്നെ ട്രെയിൻഡ് ആയതുകൊണ്ട് ബോർഡ് എഴുതാലൊന്നും കുഴപ്പമുണ്ടാവില്ല അല്ലേ? അതെ. പിന്നെ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കാറൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഉണ്ട്. പിന്നെ വേറൊന്നും പറയാനില്ല കേട്ടോ. ശരിക്കും വെച്ചാൽ ലൈലക്ക് യാതൊരു വിഷയവും വേറെ ഇല്ല. ഇത് എങ്ങനെ വന്നതേനോ? ഈ കൈൻ്റെ ജന്മന ഉള്ളതാണോ? 1.5 വയസ്സിൽ പനി വന്നിട്ട് പനി വന്നിട്ട് അങ്ങനെ ഒരു കൈക്ക് ബാധിച്ചാണ് അല്ലേ? അതെ. അത് പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി. അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് തെക്കൊന്നും പ്രശ്നമാണ്. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, മലബാർ ഏരിയ തന്നെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ വേണ്ടേ? അല്ലെ കല്യാണം കഴിച്ച് അയക്കാനോ ഒക്കെ ഉണ്ടോ? ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണോ? അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ ഉപ്പാ? ഇവിടെ വന്ന് നിൽക്കണ ആളെ അയാ സന്തോഷം എന്നാണോ? അങ്ങനെയാണ് നോക്കുന്നത്? അങ്ങനെയാണ്. മറ്റതുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ആൾ എല്ലാത്ത കല്യാണം കഴിച്ച് പോകാനും റെഡിയല്ലേ? ഇപ്പൊ ജോലിയൊക്കെ ഇവിടെ ആയതുകൊണ്ട് അല്ലേ? കല്യാണം കഴിച്ച് പോണതാണെങ്കിൽ അങ്ങനത്തെ. അപ്പൊ നമ്മൾ ജോലി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ലൈല? അത് അന്നേരം നോക്കാമല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളായാലാണ് സന്തോഷം. കാരണം എല്ലാവരും ടീച്ചേഴ്സും കാര്യമാണ്. പിന്നെ 3 പെൺകുട്ടികൾ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ സന്തോഷം. പിന്നെ വരുന്ന ആൾ ഒരു ജോലി അല്ലേ? എന്ത് ജോലിയാണെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ. എഡ്യൂക്കേറ്റഡ് എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എത്രയാണ് പറഞ്ഞോളൂ. മിനിമം ഒരു +2 ഉള്ള ആളായിരിക്കണം അല്ലേ? അതെ. ജോലി നമ്മൾ ജോലി ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കണം. ലൈല ടീച്ചറാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ജോലി ഇല്ലാത്ത ഒരാളാവരുത് എന്നുള്ളതുണ്ട്. കാരണം ജോലിക്ക് പോയിട്ട് ഉള്ള ഒരാളെ തന്നെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ കല്യാണം ഇങ്ങനെ വൈകിയതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയവും കാര്യമൊന്നും അല്ല. പിന്നെ ഇങ്ങനെ ഈ കൈൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അല്ലേ, എന്താണെന്ന് ഒരാൾ മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ ഇതുപോലൊരു വീഡിയോ എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതേ ഉള്ളൂ. ഇത് പറയാൻ മാത്രമുള്ള കുഴപ്പങ്ങളും കാര്യമൊന്നും ഇല്ല അല്ലേ? അതെ. ലൈലക്ക് തന്നെ വീഡിയോൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് നോക്കുന്നില്ല നമ്മൾ. നമുക്ക് എവിടെയാണെങ്കിലും ഒരാളെ പെട്ടെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 50 വരെയുള്ള അല്ലേ? 50 വയസ്സ് വരെയുള്ള ആലോചനയാണ്. ഇപ്പോൾ ഭാര്യ മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ ആലോചനയായിരിക്കും ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അത് നമ്മൾ ഓക്കെ അല്ലേ? ബാധ്യത മക്കള് ബാധ്യത ഇല്ലാത്തതായിരിക്കണം. അതെ. അപ്പം മക്കള് ബാധ്യതയൊന്നും ഇല്ലാത്ത ഒരു 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്ക് എങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെയാണ് വേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റുകളുണ്ടോ? എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ 50 ആണ്.
അതെ, വയസ്സ് അത്രയാണ്. പിന്നെ ഒരു എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു +2 എങ്കിലും ഉള്ള ഒരാളാവണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ ഈ അക്കാദമിക് കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ അല്ലേ, ഈ എഴുത്താലും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെയാണുള്ളൂ അല്ലേ, അത്രയല്ലേ ഉള്ളൂ അല്ലേ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. പലരും ഇപ്പോൾ പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇപ്പോൾ വിളിക്കുമ്പോൾ എല്ലാവരും വിളിക്കുന്നവർ നല്ലവരായിരിക്കില്ല. നമ്മളവരെ പറ്റി അന്വേഷിക്കണം. ആദ്യം തന്നെ ഇപ്പോൾ പിന്നെ ലൈലയോട് സംസാരിക്കണം, മോളെ ഫോട്ടോ ഇങ്ങെടുക്കുക, വീഡിയോ കോൾ ചെയ്യണമെന്നും അതിനൊന്നും നിൽക്കരുത്. പല ഉടായ്പകളും പറയും, അന്ന് നിൽക്കരുത്. ആദ്യം പോലെ സ്ഥലവും ഇതെല്ലാം എഴുതി വെക്കുക. ഡയറക്റ്റ് വരാൻ പറയുക, നേരിട്ട് വരാൻ പറയുക. ഫോണിലൂടെ വെറുതെ സംസാരിച്ചിരിക്കണം, ഓളുമായിട്ട് സംസാരിച്ച് ഫാമിലി ലൈഫ് പ്ലാൻ ചെയ്യണം, അങ്ങനെ പലതും പറയുന്നത്. ഫോൺ പെണ്ണുങ്ങടുത്ത് കൊടുക്കുകയോ വേണ്ട കേട്ടോ, പ്രത്യേകിച്ച് ഓളെടുത്ത് കൊടുക്കുകയോ വേണ്ട. നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അത് ഇത് എന്നെല്ലാം പറഞ്ഞ് പലതും വിളിക്കുക, അതൊന്നുള്ളതല്ല കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, പേടിക്കണ്ട, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ. അതെ അതെ, തീർച്ചയായും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണമല്ലോ. തീർച്ചയായും. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈലേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടത്തണം. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ.